ഇതാണല്ലേ നിങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞത്? ഇത് ഞാൻ വരുമ്പോ ഇങ്ങനെ കിടക്കുകയായിരുന്നു, ഞാനിത് എടുത്ത് നോക്കിയതാ. അലമാരയിലുള്ള ഡ്രസ്സിന് കയ്യും കാലും ഉണ്ടോ തനിയെ ഇറങ്ങി താഴെ വരാൻ വേണ്ടിട്ട്? എനിക്കൊരു പിടിയില്ല, ഞാൻ വരുമ്പോ ഇതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്ത് അകത്തോട്ട് വെക്കാൻ ശ്രമിച്ചതാ. ഒരു കള്ളത്തരം പിടിച്ചാലുണ്ടല്ലോ, അത് സമ്മതിക്കാനുള്ള മര്യാദയെങ്കിലും ഫസ്റ്റ് കാണിക്കും. എന്ത് മര്യാദയടി? നീ കുറെ നേരമായില്ല ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് മര്യാദയോടെ കാണിച്ചതാ പറഞ്ഞത്? ഒരു മര്യാദ ഇതുവരെ കാണിച്ചില്ല. മര്യാദ കാണിച്ചു തന്നിട്ട് അച്ഛൻ കാലിന്. എന്റെ അച്ഛന് നല്ല മര്യാദയുണ്ട്. മര്യാദ ഇല്ലാത്തത് നിങ്ങൾ അച്ഛനാ. എന്നെ നല്ല മാനോ മര്യാദക്ക് തന്നെ എന്റെ അച്ഛൻ വളർത്തിയ. നിന്നെ വളർത്തി വലുതാക്കി എന്റെ മാനോ മര്യാദ ഞാൻ കണ്ടു. അതുകൊണ്ടാണല്ലോ സ്വന്തം ഭർത്താവിനെ അമ്മൂലിക്ക് ചവിട്ടി കൂട്ടിയിരുന്നത്. ഇല്ലാത്തത് പറയുന്നല്ലേ നിങ്ങളെ മര്യാദ? ഇല്ലാത്തത് എന്ത് പറഞ്ഞാന്ന് പറഞ്ഞേ? അനുഭവിച്ച എനിക്കറിയാലോ എന്നെ ചവിട്ടി കൂട്ടിയിരുന്നത്. ഇതെല്ലാം വലിച്ചു വരിയിട്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നീ എന്ത് കാണിച്ചു തരാന്നാടി? നാഗവല്ലിയെ പോലെ കാണിച്ചു തരാം. കാണിക്കാൻ എനിക്കറിയാം. കാണിക്കാൻ അറിയോ എനിക്ക്? കാണിച്ചു തരും. കാണിച്ചു തരണം. കാണിച്ചു തരണം. കാണൂലേ? കണ്ണു തുറന്ന് കാണൂലേ നിങ്ങള്? കാണിച്ചു തരാം. നോക്കിക്കോ നോക്കിക്കോ ഞാൻ ചെയ്യുന്നത്. എന്റെ ഡ്രസ് എടുക്കരുത്. എടി വേണ്ടാതിനെ എന്ത് പുറത്തേക്ക് പോ. പുറത്തേക്ക്. മഴയോരം മഞ്ഞല്ലേ, എന്ത് രസം, നല്ല കളർ. നീ വേഷം കെട്ടി എങ്ങോട്ട് പോയി? അച്ഛൻ എന്താ ഈ ഡ്രസ്സൊക്കെ ആയിട്ട് എവിടെ പോണത്? തുണി കഴുകാൻ പോണോ? പെരുവഴിയിലോട്ട്. അതിനുള്ള പണിയാണല്ലോ നീ ഒപ്പിച്ചു വെച്ചത്. ഞാൻ എന്ത് പണി ഒപ്പിച്ചു വെച്ചു? നീ നിന്റെ അമ്മയുടെ അലമാരിക്കകത്ത് കയറിയിട്ട് എല്ലാം കൂടെ വരി താഴെയിട്ടില്ലേ? അമ്മയുടെ അലമാരിക്കട്ട് എല്ലാം കേട്ടിട്ട് അച്ഛൻ എന്താ നീ പറയണത്? ഞാൻ മലയാളം മനസ്സിലായില്ല നിനക്ക് ഇതുവരെ? അച്ഛൻ എന്തുവാ അച്ഛൻ? ഇത് എന്റെ അമ്മ തന്ന സാരിയല്ലേ, ഇത് മധുചേച്ചി തന്ന സാരിയാ. അതാരും തന്നതായിക്കോട്ടെ, നീ നിന്റെ അമ്മയുടെ അലമാരിക്കകത്ത് കയറിയിട്ട് ഡ്രസ് എല്ലാം മാറി താഴെയിട്ടായിരുന്നോ? ഇല്ല, ഞാനല്ല ചെയ്തത്. ഉറപ്പാണോ? പിന്നല്ലാണ്ട്. അപ്പൊ പിന്നെ അതാരായിരിക്കും ചെയ്തത്? അച്ഛമ്മയായിരിക്കും. അച്ഛമ്മ അങ്ങനത്തെ പണിയൊന്നും ചെയ്തു. അമ്മയ്ക്കിട്ട് എങ്ങനത്തെ രീതിയിൽ പണിയെടുക്കണോന്ന് മുട്ടി നടക്കുന്ന അച്ഛമ്മയാ, വേറെ ആരുമില്ല. പിന്നല്ലാതെ അച്ഛമ്മ തന്നെയായിരിക്കും. എന്തായാലും പണി കിട്ടിയത് മുഴുവൻ എനിക്കാ. എന്തുപറ്റി? എന്റെ ഡ്രസ് എല്ലാം കൂടെ വാരി അവര് പുറത്തിറങ്ങി. അത്രേ ഉള്ള. അച്ഛൻ നോക്കി സാരി ഇങ്ങനെയുണ്ട് എനിക്ക്. സാരി ഉടുക്കാറൊക്കെ ആയോ കൊച്ചേ? എന്തോ മനുഷ്യന്റെ ചങ്ക് കലങ്ങി പോവും. എന്തിന്? നീ ഇപ്പോഴും ഫ്രോക്ക് ഇട്ട് നടക്കേണ്ട പ്രായമായുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത്. അങ്ങനത്തെ വിശ്വാസമൊന്നും പാടില്ല. മക്കളൊക്കെ വലുതാവും. കൊള്ളാവോ? കൊള്ളാം, ചുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. എന്റെ സൗന്ദര്യല്ലേ അച്ഛന് കിട്ടിയിരിക്കുന്നത്? എന്റെ സൗന്ദര്യം വലിയ അച്ഛന് കിട്ടിയിരിക്കുന്നേന്ന്. അപ്പൊ നീയാണോ എന്റെ അച്ഛൻ? എന്താ ചിരി. മക്കള് ഉടുത്ത് നല്ല വൃത്തിയായിട്ടൊക്കെ പോണം കേട്ടാ. ഞാൻ ഇതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ. എന്റെ അവസ്ഥ അതാണല്ലോ. ശരി. എനിക്ക് വേണ്ട. അടക്കിന്റെ സമയം അറിഞ്ഞിട്ട് അവൻ വിളിക്കാന്ന് പറഞ്ഞ ഇതുവരെ വിളിച്ചില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വിളിച്ച അവൻ ഫോൺ ഇട്ടെടുക്കുന്നുമില്ല. അതിന് അച്ഛമ്മ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? നിനക്കറിയില്ല നിന്റെ അച്ഛനും ചന്ദ്രനും തമ്മിലുള്ള സ്നേഹബന്ധം. അവര് തമ്മിലേ മെയ്ഡ് ഫോർ ഈച്ചർ ആധാറായിരുന്നു. എന്താ ആധാറ്? അച്ഛമ്മ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഈച്ച് ആധാർ ഭാര്യ ഭർത്താവായിരുന്ന. അമ്മ എന്റെ മുറി കയറിയായിരുന്നോ? ഇല്ല. കേറിയായിരുന്നോ? ഇത് എന്റെ വീടാ, എനിക്ക് ഏത് മുറിയിലും കയറാൻ അധികാരം ഉണ്ടാ. അമ്മയ്ക്ക് അധികാരമുണ്ട്, വീടുമുണ്ട്. എന്റെ മുറി കയറി എന്റെ അലമാരിക്കകത്തിരുന്ന എന്റെ ഭാര്യയുടെ ഡ്രസ് എടുത്ത് താഴെ ഇട്ടായിരുന്നോ ഇല്ലയോ? അപ്പൊ അമ്മയല്ല. അല്ല മുറി കയറിയായിരുന്നോ? ഇല്ലച്ചാ. ഉണ്ട കണ്ണുമായിട്ട് എന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ട്, തള്ളയപ്പോലെ. അച്ഛന്റെ മുഖത്തുണ്ടല്ലോ കള്ളലക്ഷണം. അപ്പൊ എന്റെ മുഖത്ത് വരില്ലേ? എന്റെ മുഖത്തുണ്ടോ? വേണ്ടാട്ടാ. വേണ്ടല്ലേ? പുഷ്പേ, വാതിൽ തുറക്കും. പുഷ്പേ, എടി ഞാനല്ലടി ഇതൊന്നും ചെയ്തത്. ആ, എനിക്കറിയാം നിങ്ങൾ തന്നെയാ ചെയ്തതെന്ന്. എടി ഞാൻ അങ്ങനെ ചെയ്യുവോ?
എന്റെ കണ്ണിന് കുരുടൊന്നുമില്ല. കഷ്ടമായത്. എടി നീ വല്ലതൊക്കെ ചിന്തിച്ചു കൂട്ടി എന്നെ അവിശ്വസിക്കരുതേ. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകുന്നുണ്ടോ? വാതില് തുറക്കും പുഷ്പേ. പുഷ്പേ സൗകര്യമില്ല. അച്ഛമ്മ എന്ത് പണിയാ കാണിച്ചത് അച്ഛമ്മ? നീ അല്ലടാ എന്നെ പറഞ്ഞു പറ്റിച്ചത്. ഞാൻ എന്താ പഠിച്ചെന്ന്? അങ്ങനെ അടക്കിന്റെ സമയം വിളിച്ചു പറയാന്ന് പറഞ്ഞത്. മരിക്കാത്ത ആളെ എന്താ കൊടുത്തിട്ട് അടക്കാനാ? ചത്തില്ലടാ. പിന്നെ ചാവാനോ? അച്ഛമ്മ എങ്ങനെ പറഞ്ഞു വന്നത്? ഒരൊറ്റ വീക്ക് വെച്ചോട്ടെ. എന്താടാ എന്റെ പൊന്നു മധു, ഈ അച്ഛൻ പറഞ്ഞിട്ട് മറ്റേ അങ്കിളില്ലയോ ചന്ദ്രൻ, പുള്ളി മരിച്ച കാര്യം തിരക്കാൻ വേണ്ടി ഞാൻ പോയി കവലയില് ചേട്ടൻ്റെ അവിടെ പോയി തിരക്കി. ഒരു ചേട്ടൻ്റെ അടുത്ത് പുള്ളി എന്തോ ചെയ്തു, നാട്ടുകാരെ വിളിച്ചു ചോദിച്ചു, മെമ്പറിനെ വിളിച്ചു ചോദിച്ചു, പിന്നെ ആളായി ബഹളമായി കസാരയായി ടാർപ്പയായി. പുള്ളിക്കൊന്നും പറ്റിയിട്ടില്ലെന്നേ. ഇപ്പൊ ഞാനാണ് ഈ ന്യൂസ് ഫുള്ള് നാട്ടിൽ പരത്തേക്കുന്നത്, ചന്ദ്രനങ്ങൾ മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു. സഞ്ജു, നീ ഇവിടുന്ന് പെട്ടെന്ന് മുങ്ങിക്കോ. ഇത് നിസാര കളിയല്ല. അവര് നിന്നെ ഇവിടെ വന്ന് പൊക്കും. അതിനും ഞാനാരെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. മക്കളെ എന്നാലും 2 ദിവസം വെളിയിലിറങ്ങണ്ട. അച്ഛമ്മ അച്ഛമ്മ ഇതെങ്ങനെ അറിഞ്ഞേ? എനിക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടിയതാ മക്കളെ. കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ കള്ളം പറഞ്ഞോണം. നോക്കടാ, നോക്കാം. എന്റെ പൊന്നച്ഛമ്മേ, ഇതാരോ എഡിറ്റ് ചെയ്തിട്ടേക്കുന്ന ഫോട്ടോ ആണ്. അച്ഛമ്മയുടെ കൂട്ടുകാരല്ലേ ഇങ്ങനെ തന്നെ വട്ട് കൊള്ളുക. അച്ഛമ്മ, ഇതാ ചന്ദ്രനപ്പൂപ്പന്റെ പ്രൊഫൈൽ ഫോട്ടോ ആണല്ലോ. പ്രൊഫൈലാ? ആ, ഇതാ അപ്പൂപ്പൻ തന്നെ ഇട്ടാണതാണ്. അവൻ തന്നെ അവന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചത്തെന്നും പറഞ്ഞിട്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് എന്തെല്ലാം പറഞ്ഞ എന്നെ പറ്റിക്കാറുണ്ടെന്നറിയോ? അച്ഛമ്മക്ക് ഇപ്പോഴും കാര്യം കത്തിയിട്ടില്ല, പിന്നെ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഒന്നുമില്ല. ഇനി അച്ഛമ്മ എന്ന് ഫോട്ടോ എടുത്തിട്ടാക്കില്ല, നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരും. അച്ഛമ്മ ചത്തൊന്ന് ചോദിച്ചു. ഞാൻ എന്തൊക്കെയാ ഈ ചെറുക്കം കാണിച്ചു കൂട്ടിയത്. ഇവിടെ എന്തെല്ലാം ബഹളം ഉണ്ടായി. ഫോൺ ഉപയോഗിക്കാതിരിക്കും ഏറ്റവും നല്ലത്. പോകാനും പറ്റുന്നില്ല. അതിപ്പോ പറ്റൂല. ഇന്നിപ്പോ എങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല. പറഞ്ഞു പോയി. ഇതിപ്പോ എന്തോ ചെയ്യാനാ? കണ്ണിച്ചൊറി എനിക്ക് തീരെ ചെയ്യാൻ പോകും. നിങ്ങൾക്ക് എല്ലാം കിട്ടും. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. കുഴപ്പമില്ല. വെച്ചോ, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. വെച്ചോ. ശരി. ബൈ. എനിക്ക് എടുത്ത് നീ ഫോൺ കിട്ടിയേ? അത് അമ്മയുടെ ഷെൽഫിന്ന്. നീ എടുത്താ? ഞാൻ എടുത്ത്. രാവിലെ ഞാൻ ടെൻഷൻ ആയി പോയില്ലേ ഇത് കാണാതെ. പിന്നെ ഞാൻ പോയി അങ്ങ് എടുത്തു. അപ്പൊ ആ തുണിയെല്ലാരും വലിച്ചു വാരിയിട്ട് അവിടെ? അതാ ടെൻഷന്റെ പുറത്ത് അറിയാതെ 2-3 സാരി എന്താ താഴെ വേണം. നീ വലിച്ചു വാരിയിട്ട്? വലിച്ചു വാരി ഇട്ടെന്ന് വെച്ചാ അറിയാതെ കൈ തട്ടി വല്ലോ 2-3 എണ്ണം. എടി, നീ എന്റെ റൂമിന്റെ പടി അടക്കാൻ പാടില്ല കേട്ടാ. ഇതെല്ലാവർക്കും നീ വീട്ടിൽ പ്രാന്താ. അച്ഛൻ കാരണം എനിക്ക് പുറത്തു പോകാൻ പറ്റൂല, അമ്മ കാരണം അതിരിക്കാനും പറ്റൂല. ഇതെന്തോ ഫോണ് വേണമെങ്കിൽ എന്നോട് ചോദിക്കണ്ടടാ. എന്നോട് വെച്ചിട്ടാണ് അമ്മ ഇത് കൊണ്ടുപോയി വെച്ചത്. നീ അപ്പുണ്ണിക്ക് കളിക്കാൻ കൊടുത്തിട്ടില്ലേ പോയത്? നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടാ? എത്ര പൈസയുടെ സാധന ചക്കന അങ്ങനെ കളിക്കാൻ കൊടുക്കാൻ പാടണ്ട. അമ്മ അവൻ അടിച്ചു മാറ്റി എടുത്തോണ്ട് പോകുന്നത് എന്നോട് ചോദിക്കാതെ. എന്റെ അലമാര തുറക്കുമ്പോ എന്നോട് ചോദിക്കണം. എനിക്കുമില്ല പ്രൈവസിയും ഒന്ന് വീട്ടില്. അത് നിന്റെ റൂമില്, എന്റെ റൂമിലല്ല. ഇതെന്ത് കഷ്ടം. വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങളിൽ എടുത്ത് പെറുക്കി വെക്കണം. എനിക്കറിയില്ലേ? അതറിയാതെ വീണതല്ലേ? നീ ഏടിയാണ് ചുമരിന് പറ്റി നടക്കുന്ന? ഇങ്ങോട്ട് വേണം. പിന്നെ ഇനി അമ്മ അടിക്കൂലേ? അടി മൊത്തം എനിക്ക്. ഇതെന്ത് കഷ്ടം. ചുമരിന് ഉറക്കാൻ എനിക്ക് അറിയാറ്റല്ലോ. റൂമിൽ കേറി പോകാൻ പാടില്ല. എനിക്ക് മാത്രം എന്ത് ചെയ്യും? ഒരു വീട് മുറ വീട്ടുകാർ. അഹങ്കാരി. പുഷ്പയല്ല, പരിഞ്ഞ പുഷ്പവാ. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് സൗകര്യം ഉണ്ടാക്കി. തുണി ഞാൻ വിരിച്ചിടാം. വേണ്ട, അത്രക്കുള്ള സ്നേഹമൊന്നും വേണ്ട. കണ്ടതേ അവിടെ വന്നാ മതി. അതെന്താ അങ്ങനെ ഒരു വർത്താനോ? നിന്റെ സ്നേഹമൊക്കെ ഞാൻ കണ്ടതാ. ഇനി ഇപ്പൊ അങ്ങോട്ട് സ്നേഹം ഉണ്ടായി കൊണ്ടുവന്നു വേണ്ട. ഞാൻ വിരിച്ചിടാ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ല. നിനക്ക് ഇപ്പൊ വന്ന ഭാവം എത്ര എന്തിനാന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അല്ല പിന്നെന്തിനാ ഈ തുണിയും പിടിച്ച് ഇവിടെ വെക്കുന്നേ? പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങി പോണോ? എന്നാ പോന്നതാ നല്ലത്. നിനക്കതാടി ഇഷ്ടം. നിനക്ക് ഇവിടെ രാജ്ഞിയെ പോലെ ഭരിക്കാമല്ലോ. പിള്ളേരാണ് നീ പറയുന്നത് കേട്ട് താഴ്ച. ആ തള്ള നിനക്ക് എടുത്ത് ഞാൻ പോയി കിട്ടിയാൽ മതിയല്ലോ. ഞാൻ വിരിച്ചിട്ടോളാം.
ഓപ്പറോണോ അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തു പോയിട്ട് എന്ത് ചെയ്യാനേ? പുഷ്പേ മഞ്ഞപ്പൊടി മുളക് പൊടിയും ചോദിക്കാനാണ് വരുന്നത്. ഇത് വരുത്ത് കണ്ടു കഴിഞ്ഞാൽ പ്രകാശേട്ടനെ കാണാൻ വരുന്ന വരിക. പ്രകാശേട്ടാന്നാക്കിയിട്ട് ഓക്കെ എന്താ പുഷ്പേച്ചിന്ന് വിളിച്ചാൽ അതിനെടിയാ ഇടിയുള്ള ആൾക്കാർ ഓരോരോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ കൊഞ്ചി കൊയ്യാൻ വേണ്ടിയിട്ട്. ഭർത്താവിനെല്ലാം പിടിച്ച് ഒറ്റക്ക് നിൽക്കുന്നതാണ്. നാട്ടുകാർ എന്താ പറയല് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ? അമ്മേ അമ്മ എന്താ ഇപ്പൊ ഉറുത്തോണ്ടിരിക്കണേ? ഞാൻ ചിലപ്പോൾ പുറൂർക്കും ഡാൻസ് കളിക്കും പാട്ട് ഓടും. എനിക്കെന്താടി തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞ ആൾക്കാർ പറയില്ല അമ്മയ്ക്ക് വട്ടാന്ന്. എനിക്കെന്താ പ്രശ്നം? ഒന്നും മൈൻഡ് അത്ര ശരിയല്ലല്ലോ. പോയിട്ടുണ്ടെങ്കിൽ ഇത് മുളക് പൊടി എടുത്തിട്ട് കണ്ണിൽ ഞാൻ പാറ്റുവാ. ചോദിക്കാൻ വരുന്നത് ഇവള് ഉപദ്രവം തുടങ്ങിയ സാഹചര്യം നോക്കിയിട്ട് വേണം ഓരോ തമാശ പറയാൻ വേണ്ടിയിട്ട്. പൊളിച്ച് യെസ്. പൊന്നുമാൻ പഠിക്കുക. ആ പൊന്നുമോൻ പഠിക്കാൻ കണ്ടൂടെ? എന്നാ നീ ആ ബുക്കിംഗ് എന്നിട്ട് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ? നീ എന്തൊക്കെ പഠിച്ചെന്നറിയണമല്ലോ. ചേച്ചി എന്നോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഓക്കെ എടാ ബുക്കിംഗ് താടാ, ഞാൻ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നോക്കട്ടെ. വേണ്ട, എന്റെ ബുക്ക് നോക്കാൻ എന്റെ ടീച്ചറുണ്ട്, ഞാനും ഉണ്ട്. ചേച്ചി നോക്കണ്ട കേട്ടോ. എടാ ഞാൻ നിന്റെ ചേച്ചിയല്ലേ? എടാ ഞാൻ ഒന്ന് ബുക്ക് നോക്കിയെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ഇത്രയ്ക്ക് കുഴപ്പം. ആ എനിക്ക് നല്ല കുഴപ്പമുണ്ട്. അത്രയ്ക്ക് ചേച്ചിയെ ബുക്ക് കീറും. നീ എന്താ ഇതിനകത്ത് ലവ് ലെറ്റർ വെച്ചിട്ടുണ്ടോ? ബുക്ക് താടാ. ഉണ്ടെങ്കിൽ ചേച്ചിക്ക് എന്താ? എന്താണിത്? വിട്ടേ, എന്താ തല്ലുടിച്ചോണ്ടിരിക്കണേ? ദേ അമ്മ നല്ല കലിപ്പിലാട്ടാ. ഇവിടെ ഇരുന്ന് തല്ലുടിച്ച രണ്ടിനും നല്ല വീക്ക് കിട്ടും. ആണോ? ഇനി ഞാൻ പിന്നെ എടുത്തോളാടാ. ആ നോക്കാം. നീ വാ. എന്താ പറ്റിയേ? അമ്മ എന്തോ സീനാണ്. ആഹാ, ഇതാണോ മോന്റെ പഠിത്തം? അതെ, ഞാൻ പഠിച്ച് ബോറടിച്ചപ്പോ ഫോൺ എടുത്തതാ. ഒന്നുമില്ലടി, വെറുതെ പറ്റിപ്പോ പഠിക്കണമൊന്നുമില്ല അവൻ. പഠിക്ക് കേട്ടാ. മനുഷ്യൻ സ്വൈരൊക്കെ എടുത്താ നീ വീട്ടില് 2 ഈറ്റിംഗ് മതിയാ എനിക്ക്. മോഹിനി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചോദിച്ചാൽ അവളങ്ങ് പോയോ? ആ വേണ്ടെങ്കിൽ വേണ്ട. ഇത് ചോദിച്ചത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് തോന്നിക്കാണും. അങ്ങനൊന്നും അല്ലെന്ന് ഞാൻ വേറെ ആരോട് സംസാരിക്കാൻ. അതൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളാ. എപ്പോ ചുമ്മാ പറയില്ല, ഞാൻ വല്ല പറയേ മിണ്ടല്ലേ. എന്ത്? ഓ അങ്ങനെ അത് സാരില്ല. ആ എനിക്കറിയാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചുമ്മാ. നീ എന്ത് ചെയ്യുക? അത് അങ്ങനെയൊക്കെ പോട്ടെ. കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് അത് തന്നെ അതെല്ലാ വോളിയം PDF ആയിട്ട് തന്നെ അയച്ചു. എനിക്ക് പഠിക്കാൻ വേണ്ടി തന്നെ. അല്ല അത് നീ എത്രാന്ന് വെച്ചാ MB ഒന്നും കുഴപ്പമില്ല, നീ അയച്ചോ. ഇവിടെ വൈഫൈ ഉണ്ടല്ലോ. ശരി, അപ്പൊ അയച്ചിട്ട് നീ ഒന്ന് മിസ് അടിച്ചോ കേട്ടോ. ഓക്കെ ശരി. എന്തുവാടേ പരിപാടി? അത് സിലബസ് ഒന്ന് കവർ ചെയ്യാനേ ടെക്സ്റ്റ് എല്ലാം ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. നീ കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, എന്താ സംഭവം? ബയോളജിയും കൂടെ വേണമായിരുന്നു, പക്ഷെ പിന്നെ ഞാൻ ഓർത്തത് ബയോളജി എന്റെ അടുത്തുണ്ട്. PSC ടെസ്റ്റിനായിരിക്കും അല്ലേ? അച്ഛൻ ഇതുപോലെ ഒരുപാട് PSC ടെസ്റ്റുകളൊക്കെ കണ്ടിട്ടുള്ളതാ. പക്ഷേ ജയിക്കണം. അച്ഛൻ മനസ്സ് വെച്ചാ ഇത് ജയിപ്പിച്ചെടുക്കാം. ഓ ആയിക്കോട്ടെ, പഠിച്ചോ സമയം കളയണ്ട. ഇതിന് പിന്നെ എന്തോ കഥയൊക്കെ ഉണ്ടാക്കുമ്പോ പോയിട്ട്. എടി മക്കളെ, ദേ ഈ പിള്ളേരെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അതിലുള്ള അമ്മൂമ്മ ഉണ്ടല്ലോ, അവരെ കാണാൻ നല്ല ഭംഗിയല്ലേ? ആ തള്ളനെ കാണാനൊന്നും ഭംഗിയൊന്നുമില്ല. ആ തള്ളനെ അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നല്ലോ. എടി മധു, എന്നെയും ഈ പിള്ളേരെല്ലാം ചേർത്തൊരു വീഡിയോ അങ്ങോട്ട് എടുത്തേ. എന്നിട്ട് വേണം എന്റെ ചാനൽ കൂട്ടി പോവാൻ. നമുക്ക് എന്നെ അങ്ങ് പിടിച്ചില്ല. എന്നാ നിന്റെ തള്ളേനെ കൊണ്ടൊന്ന് പിടിപ്പിക്കണി.
അച്ഛമ്മ പിണങ്ങല്ലേ, നമുക്ക് ആലോചിക്കാം. എന്താടാ ഇവിടെ ആയിരുന്നു ഇത്രയും കാലം? ഞാൻ ഒരു യാത്രയിലായിരുന്നു, ദീർഘയാത്ര. എത്ര കമ്മീഷൻ കിട്ടി? ഡോണ്ട് ഫീൽ ബാഡ്. എനിക്കൊരു 15,000 റുപ്പീസ് 15,000 രൂപ കിട്ടി. ഇനി അടുത്ത ആഴ്ച വീണ്ടും ഒരു 40,000 കിട്ടും. അങ്ങനെ അങ്ങനെ അപ്പൊ ഞങ്ങക്ക് ചെലവ് ചെയ്യണോട്ടാ. ഉറപ്പായിട്ടും ചെലവ് ചെയ്യുമല്ലോ. നമുക്കേ സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്ക് പോവാം. വേണ്ട അച്ഛ, ബീച്ചിൽ പോവാം. ബീച്ചിൽ പോവാം. എന്താ സിനിമയ്ക്ക് പോയാല്? എന്താ സിനിമയ്ക്ക് പോയാലും? എടി നമ്മളെല്ലാരും കൂടി പോകുമ്പോ ഒരു ഓർത്തിരിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലത്ത് പോണ്ടേ? അല്ല അച്ഛാ, അപ്പൊ നമുക്ക് ബീച്ചിൽ പോയാൽ മതി. ബീച്ചിൽ പോയാൽ അയ്യോ സിനിമ കണ്ടങ്ങ് ഓർത്തിരിക്കാൻ പറ്റത്തില്ല, സിനിമയ്ക്ക് പോയാ മതി അച്ഛാ. എനിക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റില്ല. വേണ്ട, നിങ്ങൾ നിർത്തിക്കേ. എടാ എന്റെ അനിയന്റെ വീട്ടിൽ പോവാം, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി. അച്ഛമ്മ അങ്ങ് തനിയെ പോയാ മതി. നീ അതിന്റെ ഒരു കുറവുകൂടെ സത്യത്തിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടൊക്കെ വന്നിരിക്കുക, ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് ഒരു സ്ഥലം കൃത്യമായിട്ട് കണ്ടുപിടിക്കും. സിനിമയ്ക്ക് പോയാ മതി. ബീച്ചിൽ പോയാൽ മതി. ആ നോക്കിയിരു അച്ഛമ്മ ബീച്ചിൽ പോയാൽ മതിയേ. അല്ല അച്ഛമ്മ, നമുക്ക് സിനിമയ്ക്ക് പോണേലും നല്ല എന്തോരം പടങ്ങളായിരുന്നു ഇറങ്ങിക്കുന്നത്. ബീച്ച് എന്താ കുഴപ്പം? ചുമച്ച് ചാവ്. നീ ഇനി ബീച്ചിൽ പോണ്ട, ഈ ചുമയും വെച്ച് ബീച്ചിൽ പോണ്ട. പോണ്ട പോണ്ട പോണ്ട, ഞാൻ സമ്മതിക്കത്തുമില്ല. ചേച്ചിമാര് പറഞ്ഞ കേക്കാത്തന്റെ. ബീച്ചിൽ പോണ്ടാന്നാ പറഞ്ഞത്. ഈ ചുമയും വെച്ചിട്ട് ഇനി അവള് ബീച്ചിൽ കണ്ട കമ്പനി. പക്ഷെ തിയേറ്ററിലെ AC കാരനെ അത് വിട്. ആകെ നമുക്ക് എല്ലാരും കൂടി പുറത്തു പോണ ഒരു സമയമാണ്. അത് നിങ്ങൾ കോളാക്കല്ലേ? എടാ കുരിപ്പേ, മിണ്ടാണ്ടിരിയടാ. ഞാനാ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. അച്ഛമ്മ പറഞ്ഞാ മതി. ആ പറയാം, ഒന്ന് ആലോചിക്കട്ടെ. ബീച്ച്. വെള്ളരംകുന്നിലെ പൊന്മുള്ളങ്കാട്ടിലെ പുല്ലാങ്കുഴലോകം കാറ്റ് വാ. അമ്മ ആ മോഹിനി വന്നപ്പോ എന്താ അവളോട് പറഞ്ഞ? മോഹിനിയല്ല, തേങ്ങാക്കല്ലി. തേങ്ങാക്കല്ലി അമ്മ കണ്ടോ? ആ ഞാൻ കണ്ടടി. എടി നമ്മുടെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന തെങ്ങിന്റെ തേങ്ങ ആ റോഡിലേക്ക് വീണു. ഞാൻ അതെടുക്കാൻ ചെന്നപ്പോടില്ലടി അവൾ ആ തേങ്ങ എടുത്തോണ്ട് വിട്ടുപോകുന്നു. ഞാൻ കണ്ടു. കണ്ടത് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അയൽപക്കക്കാരെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നീ എന്തിനാടി എന്നോട് പറയുന്നു? അവള് പറയാൻ പറഞ്ഞു. ആര്? ആ തേങ്ങാക്കല്ലിയോ? ആ നിങ്ങൾ അങ്ങനെയല്ലേ അവളെ പറയുന്നേ? ഈ പറട്ടത്തള്ള അയൽപക്കക്കാരെ കൊണ്ട് മൊത്തം പറയിപ്പിക്കും. നിന്റെ തള്ള. അമ്മേ, എന്റെ അമ്മേനെ പറയാൻ നിൽക്കരുതേ. നിന്റെ അമ്മനെ പറഞ്ഞാ നീ എന്ത് ചെയ്യും? പറയൂ നിങ്ങൾ. അയ്യോ എന്റെ പ്രകാശ, എന്നെ തല്ലിക്കൊല്ലുന്നടാ. ഇതെന്തുവാ ഇവിടെ? ഞാൻ തല്ലിയിട്ടൊന്നുമില്ല, വെറുതെ പറയുന്നതാണ്. ഞാൻ തല്ല ലോങ്ങി എന്നുള്ളത് ശരിയാ, പക്ഷെ ഞാൻ തല്ലിയിട്ടില്ല. അമ്മ ഒന്നും മിണ്ടായിരിക്കും. ഇവിടെ കിടന്ന് ബഹളം വെച്ച് നിങ്ങൾ അയലോക്കാരുടെ മുമ്പിൽ നാറ്റിക്കോ? അല്ലെങ്കിൽ ഒരു അയൽപക്കക്കാരും ഇനി വരുവല്ല. ആ രീതിയിലാക്കി വെച്ചിട്ടില്ല. ശരി. ഇനി ഈ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുവല്ല. നീ അരച്ചിട്ട് വേണം ഞാൻ ഉണ്ടാക്കാൻ. എടി ഞാൻ തന്നെ തിന്നോളാം ഉണ്ടാക്കി കേട്ടോ. നിങ്ങൾ എത്ര വർഷം തള്ളം അടുക്കള കയറി. ഇവള് വരുന്നതിന് മുമ്പ് ഞാനല്ലാതെ നിനക്കൊക്കെ ഉണ്ടാക്കി തന്നത്. എന്റെ പോലെ ഒന്ന് മിണ്ടായിരിക്കാമോ? എന്റെ പുഷ്പ പ്ലീസ്, ഞാൻ വന്നപ്പോഴേ കുറച്ച് തുണി മുഷിഞ്ഞത് ആ ബാഗിനകത്തുണ്ട്. നീ ഒന്ന് പോയി നനച്ചിട്. എടി പോയി നനച്ചോട്ടെ. വേണ്ട, അബദ്ധം കാണിക്കരുത്. എന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? നമ്മളെ പറയുന്നത് കേട്ടോണ്ട് നടക്കുന്നവൻ. ഈ രണ്ടും കൂടെ ബാക്കിയുള്ളവനെ പ്രാന്തന. അവളുടെ വായിലെ നാവ് ശരിയല്ല. എല്ലാരും അടിമയാന്ന വിചാരം. ഏത് നേരം എന്റെ അച്ഛനും അമ്മേനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ക്ഷമിക്കൂല ഞാൻ. ഇത് ലേഡീസ് ബാഗ് അല്ലേ?